എല്ലാവർക്കും സ്നേഹവന്ദനം. കർണാടകയിൽ പാസ്റ്ററെയും ഭാര്യയെയും കുഞ്ഞുങ്ങളെയും സുവിശേഷ വിരോധികൾ ക്രൂരമായി മർദ്ദിച്ചു. മൈസൂർ ജില്ലയിലെ പിടിയാര പട്ടണ താലൂക്കിൽ മരടിയൂർ ഗ്രാമത്തിലെ രഹോബോത്ത് അസംബ്ലീസ് ഓഫ് സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ സ്റ്റൈൻസൺ, അതിലെ ഭാര്യ, കുഞ്ഞുങ്ങളെയുമാണ് ഈ സുവിശേഷ RSS വിരോധികൾ ക്രൂരമായി മർദ്ദിച്ചത്. പ്രശ്നം സഭാ ഹാൾ പണിയുമായി ബന്ധപ്പെട്ടാണ് ഈ കത്തുദാസനെ ഇവർ തലയിൽ അടിക്കുകയും നന്നായി മുറിവേൽക്കുകയും രക്തം വാർന്ന് റോഡിൽ വീണ് ഒത്തിരി സമയം കിടന്ന അനുഭവമാണ് ഈ കത്തുദാസനുണ്ടായത്. ഇപ്പോൾ പ്രിയ ദേവദാസൻ മെഡിക്കൽ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ശ്രദ്ധിക്കണമേ, ഈ കർണാടകയിൽ കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. കർണാടക സിയോൻ IPC സഭയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇവർ സഭയിൽ അടിച്ചു തകർക്കുകയും സഭയിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു. അതിന് ചൂട് മാറുന്നതിന് മുൻപാണ് ഈ കത്തുദാസനെ ക്രൂരമായി മർദ്ദിച്ചത്. തലയിൽ അടിച്ച് രക്തം വാർന്ന നിലയിൽ അവർ തള്ളിയിട്ടെന്ന അർത്ഥം എന്താ? ആ സുവിശേഷകനെ തലയിൽ അടിച്ചു മർദ്ദിച്ചുവെങ്കിൽ ആ AG സഭയിലെ ദൈവദാസനെ മാരകമായി കൊല്ലുക, അതിനുവേണ്ടി തന്നെയാണ് ഇവന്മാർ ആ ദൈവദാസൻ മർദ്ദിച്ചത്. ശ്രദ്ധിക്കുന്നത്, ഇത് ചെയ്യുന്നതിന് അജണ്ട ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ സുവിശേഷ വേലയിൽ നിന്ന് കർത്തൃനാമത്തിൽ വേണ്ടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മെ മാക്സിമം പിൻവലിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവർ ക്രൂരമായി മർദ്ദനം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒന്നും രണ്ട് വിഷയങ്ങൾ നമുക്കറിയാം. പല വിഷയങ്ങൾ ഹൃദയത്തിന് മുറിവുണ്ടാക്കുന്ന, ഹൃദയത്തിന് വേദന ഉണ്ടാക്കുന്ന. ഞാൻ ചോദിക്കട്ടെ, കൊല്ലാൻ വരുന്ന ഈ ആരുടെയൊക്കെ വാക്ക് കേട്ടാണ് ചാടിയിറങ്ങുന്നത്? ആരുടെ വാക്ക് കേട്ടിട്ടാണ്? ഒന്നും അറിയില്ല. കുറച്ച് വിദ്യാഭ്യാസം കാണും. കഞ്ചാവും ലഹരിയും മയക്കുമരുന്ന് അടിച്ചുകൊണ്ട് ഏതോ RSSന്റെ സംഘപരിവാറിൻ്റെ മുഖ്യധാര തീവ്രവാദികൾ പറയുന്നത് കേട്ടുകൊണ്ടാണ് ചാടിയിറങ്ങുന്നത്. ഇത് ഇറങ്ങേണ്ട പ്രശ്നം അറിയാവോ? ഈ അടിക്കുന്നവർക്കൊന്നും അറിയില്ല. കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ ന്യായവിധി വരും. ദൈവത്തിൻ്റെ കരം കോപാഗ്നിയോടുകൂടെ മർദ്ദിക്കുന്നവൻ്റെ വീട്ടിൽ മാത്രമല്ല, ഈ മർദ്ദിക്കുവാൻ ആഹ്വാനം കൊടുത്തു വിടുന്നവൻ്റെ വീട്ടിലും ദൈവകരം ഇറങ്ങിയിരിക്കും. അതിന് വേറൊരു സംശയവുമില്ല. എന്തിനാ മർദ്ദിക്കുന്നത്? ഈ കൊല്ലുന്നവർക്ക് അറിയില്ലേ? അവന് സഹോദരിയുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, ബന്ധുക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവർക്കറിയില്ലേ ഈ കത്തുദാസ് മനുഷ്യനാണെന്നും ആ കത്തുദാസൻ്റെ ഭാര്യയ്ക്ക് വേദനിക്കുമെന്ന്, കുഞ്ഞുങ്ങൾക്ക് സങ്കടമുണ്ടാകും, കുടുംബം തകർന്നു പോകുമെന്ന് നന്നായി അറിയാം. എന്നാലും ആദ്യ തീക്ഷ്ണതയോടുകൂടെ എങ്ങനെയെങ്കിലും ക്രൈസ്തവ സമൂഹത്തെ അടിച്ചൊതുക്കപ്പെടുകയും ഹൈന്ദവ രാജ്യം കെട്ടിപ്പടുത്തുയർത്തുവാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. ആരെ കൊന്നാലും കുഴപ്പമില്ല, വെട്ടിയാലും കുഴപ്പമില്ല, മരിച്ചാലും കുഴപ്പമില്ല, തകർത്താലും കുഴപ്പമില്ല. തന്നെയാണ് മുസ്ലിം തീവ്രവാദികൾ മറ്റു രാജ്യങ്ങളിൽ. ഇന്ത്യയിൽ മാത്രമേ ഈ മുസ്ലിം തീവ്രവാദികൾ ക്രൈസ്തവർക്കെതിരെ അമ്പെടുക്കുകയും വാളെടുക്കുകയും തോക്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നുള്ളൂ. മറ്റു രാജ്യങ്ങളിൽ ഈ മുസ്ലിങ്ങൾ ഭയങ്കര തീവ്രവാദം ക്രൈസ്തവർക്കെതിരെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് കൂട്ടർക്കും, ഹൈന്ദവർക്കായാലും മുസ്ലിങ്ങൾക്കായാലും ഇരയാരാണ്? ക്രൈസ്തവരാണ്. പാവപ്പെട്ട പാസ്റ്റർമാരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ദൈവത്തെ ആരാധിക്കുന്ന സഹോദരിമാരും സഹോദരങ്ങളുമാണ് ഈ മുസ്ലിങ്ങൾക്കും ഈ ഇന്ത്യയിലെ ഹൈന്ദവ തീവ്രവാദികൾക്കും ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ക്രൈസ്തവരാണ്. അപ്പോൾ അവരെ ചിന്ത എന്നാൽ ക്രൈസ്തവർ ഇന്ത്യ വിട്ടു പോവുക, ക്രൈസ്തവർ ഈ രാജ്യത്ത് പുറത്താക്കപ്പെടുക. അവർക്കറിയില്ല ക്രൈസ്തവരുടെ അവിടെ എന്താ പറയുക, ക്രൈസ്തവർ ഇന്ത്യ മഹാരാജ്യത്ത് നൽകിയിരിക്കുന്ന സംഭാവനകൾ അവർക്കറിയില്ല. ഈ അടിക്കിറങ്ങി വരുന്നവൻ്റെ അപ്പന്മാരും അപ്പൂപ്പന്മാരും വെള്ളി വെളിച്ചം കണ്ടത്, പ്രകാശം കണ്ടത്, നിത്യ സമാധാനം പ്രാപിച്ചത്, തുണി ഉടുക്കാൻ പഠിച്ചത്, നല്ല ആഹാരം, പല്ല് തേച്ച് നന്നായി ആഹാരം ഭക്ഷിക്കുവാൻ കാരണമായി പഠിപ്പിച്ചതായിരുന്നറിയാവോ? ഈ ഇതുപോലെ പാസ്റ്റർമാരും ബിഷപ്പുമാരും സുവിശേഷകരും ഇന്ത്യയുടെ മണ്ണിൽ കാലുകുത്തിയത് കൊണ്ടാണെന്ന് ഈ പാസ്റ്റർമാരെയും കുടുംബത്തെ തകർക്കാൻ വരുന്ന ഇവന്മാർക്ക് പറഞ്ഞ മനസ്സിലാകുമോ? ഈ അന്ധകാരം നിറഞ്ഞ, ഇരുട്ട് നിറഞ്ഞ, എന്താ പറയുക, നേരെ ടോയ്ലറ്റ് ബാത്റൂം ഇല്ലാത്ത, ബാത്റൂം ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്ത, നന്നായി ജീവിക്കുവാൻ കഴിയാത്ത, ഈ അന്ധ നിറഞ്ഞ, പൈശാചികത്വം നിറഞ്ഞ, കാടത്വം നിറഞ്ഞ ഇന്ത്യ മഹാരാജ്യത്തിൽ അന്ന് മിഷണന്മാരും പാസ്റ്റർമാരും കത്തുദാസന്മാരും ഒക്കെയും വീടും നാടൻ കൂടും ബന്ധുക്കളെയും വിട്ട് വന്ന് പരിണിത ഫലമാണ് ഇന്ത്യയിൽ ഇന്നലും അനുഭവിക്കുന്ന ഈ വെള്ളി വെളിച്ചമെന്നറിയില്ല.
ഈ വരുന്നവൻ ധരിക്കുന്ന വസ്ത്രം ധരിക്കുന്ന ആരാ പഠിപ്പിച്ചു കൊടുത്തത്? ആരാ പറഞ്ഞു കൊടുത്തത്? ദേവദാസന്മാരാണ്. ഞാൻ പറയട്ടെ, കർത്തദാസന്മാർ ഉപദ്രവിക്കുന്ന കർണാടകയിൽ ഇത് ഈ 1 മാസത്തിനിടയ്ക്ക് 2ാമത്തെ സംഭവമാണ്. കഴിഞ്ഞ 2 ആഴ്ച ഞാൻ വീടിട്ടിരുന്നു, ഒരു സഭ അടിച്ചു തകർത്തു. 2ാമത് അസംബ്ലീസ് സഭയിൽ കർത്തദാസന് മാരകമായി തലയിൽ മുറിവേറ്റ് അടിച്ച് ഹോസ്പിറ്റലാക്കിയിരിക്കുകയാണ്. ഇത് ഭയങ്കര ദയനീയമാണ്. നമുക്കിത് കേൾക്കുമ്പോൾ ആരും പ്രതികരിക്കാനില്ല, ആരും സംസാരിക്കുക. കർത്തദാസന്മാർക്ക് അടിച്ചു, ആര് പ്രതികരിക്കാതിരിക്കുന്നു? നമ്മളെപ്പോഴുള്ള സോഷ്യൽ മീഡിയകളിൽ യൂട്യൂബ് ചാനൽ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ പറയും, ആരാ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ആരാ ഇതിനെ അനുകൂലിക്കാതിരിക്കുന്നത്? കൊന്നാ തീർന്നു, ഒരു പാസ് മരിച്ചു, ഒരു പാട്ട് പാടും, അടിച്ച് എന്താ പറയുക, പിന്നെ അടക്ക ശുശ്രൂഷ അങ്ങ് പോവും. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നിങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതുപോലെ ദേവദാസനോട് പ്രാർത്ഥിക്കുക, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ത്യയിൽ ദൈവകോപം വരുമ്പോൾ സഹിക്കാൻ കൃപകെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്തദാസന്മാരുടെ കുടുംബ സുരക്ഷതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവജനത്തിന് വിശ്വാസം നിലനിൽക്കുവാൻ പ്രാർത്ഥിക്കുക. ദിവ്യ സമാധാനം ഇന്ത്യയിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് യുവമാർക്ക് വകതിരിവ് ഉണ്ടാകുന്നതിനും, യുവമാർക്ക് ചിന്താശേഷി ഉണ്ടാകുന്നതിനും, യുവമാർക്ക് ബുദ്ധി ഉണ്ടാകേണ്ടതിനും നിങ്ങൾ ശക്തമായി ദൈവത്തിൽ പ്രാർത്ഥിക്കുക. യുവമാരെ പിന്തുടരുന്ന പൈശാചികത്വം ഉണ്ടല്ലോ, അതൊക്കെ മാറി യേശുവിനെ സ്വീകരിച്ച് നല്ല സമാധാനമുള്ളവരെ തീരുവാൻ പ്രാർത്ഥിക്കുക. ഒരുപാട് നരഭോജികളെ നരസ്നേഹികളാക്കി തീർത്ത ഈ സത്യസുവിശേഷം ഈ നരഭോജികളായ സഹോദരന്മാരും അറിയേണ്ടതിനും, മനുഷ്യനെ സ്നേഹിക്കുന്നതിനും മനുഷ്യനെ കരുതുന്നതിനും വേണ്ടിയിട്ട് ഇവരെയും ദൈവം നമ്മളെ വാർത്തെടുത്ത കർത്താവ് അവരെയും നന്നായി എടുക്കേണ്ടതിന് അവരോട് പ്രാർത്ഥിക്കുക. ഞാൻ പറയട്ടെ, അടിച്ചമർത്തിയാലൊന്ന് ഒതുങ്ങും നല്ല കുഞ്ഞുങ്ങളെ സുവിശേഷം. ഏറ്റവും കൂടുതൽ എതിർപ്പ് വാങ്ങിയ പുസ്തകമാണ് ബൈബിൾ. ഏറ്റവും എതിർപ്പ് വാങ്ങിയ എന്താ പറയുക വിഭാഗമാണ് ക്രൈസ്തവ വിഭാഗം. അതുകൊണ്ട് ആരും തറക്കാൻ വന്നാലോ അടിച്ചമർത്താൻ വന്നാലോ പരാജയപ്പെടുത്തുമെന്നാലോ ശ്രമിക്കാൻ കഴിയില്ല. കാര്യം ഇത് നയിക്കുന്നത് ലോകത്തിലെ മതങ്ങളോ രാഷ്ട്രീയങ്ങളോ എന്നല്ല. ഈ സഭയെ നിയന്ത്രിക്കുന്നത്, ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ അറക്കപ്പെട്ട കുഞ്ഞാടായ യേശുവിൻ്റെ രക്തത്താൽ ജയം പ്രാപിച്ച യേശു തന്നെയാണ്. അതാണ് യേശുവാണ് നമ്മുടെ ദൈവം. യേശുവിൽ കൂടെ അല്ലാതെ രക്ഷയില്ല, യേശുവിൽ കൂടെ അല്ലാതെ പാപമോചനമില്ല, യേശുവിൽ കൂടെ അല്ലാതെ ശാപ വിമുക്തിയില്ല, യേശുവിൽ കൂടെ അല്ലാതെ നിത്യരക്ഷയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവർ, അതുകൊണ്ട് ആപത്തോ വാളോ എന്താ പറയുക പട്ടിണിക്കോ നഗ്നതയ്ക്കോ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിപ്പിക്കാനും കഴിയില്ല. നിങ്ങൾ പാവപ്പെട്ട കർത്തദാസനോട് പ്രാർത്ഥിക്കുക. ആ കുടുംബവേദന കണ്ണുനീരിലാണ്, ദുഃഖത്തിലാണ്, ആ സഭയിൽ നിരാശയിലാണ്. സവിശ്വാസികൾ എന്തു ചെയ്യണമെന്നറിയാതെ വല്ലാതെ ഞെരുക്കത്തിലും വേവലാതിയിലും ആവലാതിയിലും വല്ലാതെ ദുഃഖത്തോടും ഭാരത്തോടും തകർന്ന അവസ്ഥയിലാണ് ഈ ദേവദാസനെ സഭയിലെ വിശ്വാസികളും ദൈവമക്കളും അവരുടെ നിലനിൽപ്പിനും കർത്തദാസൻ സൗഖ്യത്തോട് മടങ്ങി വന്ന ശക്തിയോടുകൂടെ ഈ ആര് ആക്രമിക്കാൻ നോക്കി അവർ നടുവിൽ സത്യസുവിശേഷം ശക്തമായി പ്രഘോഷിക്കേണ്ടതിന് കർത്തദാസനോട് കുടുംബത്തിൽ പ്രാർത്ഥിക്കുക. എത്രയും വേഗം ദേവദാസൻ സൗഖ്യമായി പുറത്തു വരട്ടെ. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് പറ്റുന്ന കാര്യം നമ്മുടെ സപ്പോർട്ട് ആരുമില്ല, ഒരു വാർത്തയും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള മീഡിയകളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണോ വിചാരിക്കരുത്. ആരെങ്കിലും എനിക്ക് ഇതൊക്കെ പറയാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇതുള്ള സംഭവങ്ങൾ എനിക്ക് പറ്റുന്ന ഈ ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിക്കാൻ, ദൈവമക്കൾക്ക് സംസാരിക്കാൻ പറ്റിയ പ്ലാറ്റ്ഫോമാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.